ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നെക്ലേസ് ആണ്. അതും ബീഡഡ് ജ്വല്ലറി ആണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗിയർ വയർ കഴിഞ്ഞ ഒരു സെഗ്മെൻറ്റിൽ ഞാൻ കാണിച്ചിരുന്നു ഗിയർ വയർ ഉപയോഗിച്ചിട്ട് നെക്ലേസ് ഉണ്ടാക്കുന്നത്. അപ്പം ഗിയർ വയർ ഉപയോഗിക്കാതെ വളരെ സിമ്പിളായിട്ടൊരു നെക്ലേസ് ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഡ് വേണം, പിന്നെ എന്താ ജമ്പ് റിങ്സ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ റിങ്സ് വേണം, ഇതുപോലത്തെ കുഞ്ഞ് റിങ്സ് വേണം. പിന്നെ ബീഡ് ക്യാപ്പ്, ഇതിങ്ങനെ നമുക്ക് പല ഷേപ്പിലും കിട്ടും ഈ ബീഡ് ക്യാപ്പ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ബീഡ് ക്യാപ്പ് വേണം. ബീഡ് ക്യാപ്പ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ബീഡ് ക്യാപ്പ് യൂസ് ചെയ്യുന്നുണ്ടെന്നല്ലോ. പിന്നെ നമുക്ക് ഐപ്പിൻ എന്ന് പറയും, ഐപ്പിന് വേണം. പിന്നെ ലോക്ക് വേണം. പിന്നെ നല്ലൊരു ഇത് നമുക്ക് ഈ ടൈപ്പ് ചെയ്യുന്നതിന് പെൻഡൻറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, പെൻഡൻറ്റ് ഇല്ലാതെയും ചെയ്യാൻ പറ്റും. പിന്നെ ചെയിൻ വേണം, ഇതുപോലത്തെ ചെയിൻ വേണം. അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ഐപ്പിൻ എടുക്കാം. ഐപ്പിൻ എടുത്തിട്ട് നമ്മൾ ക്യാപ്പ് ഇട്ട് ഇതുപോലെ ഇതിന് മുകളിലേക്ക് ഒരു ക്യാപ്പിടാം. കട്ടിംഗ് പ്ലെയറും നോസ് പ്ലെയറും നമ്മളെ ജ്വല്ലറി മേക്കിങ്ങിൽ അത്യാവശ്യമുള്ള സാധനമാണ്. അപ്പം കട്ടിംഗ് പ്ലെയറാണ്. നമ്മൾ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. വെച്ച് വളച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഐപ്പിന്നിലുള്ള ഇതേ ഷേപ്പിൽ നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലും ചെയ്യും. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ഇതുപോലെ. ഇനി നമുക്ക് ഇതിപ്പോൾ ഇതിലൊരു ബീഡ്, നമുക്ക് അടുത്ത ബീഡ് ഒന്നും കൂടെ ഞാൻ ചെയ്യുന്നത് കാണിച്ചിട്ട് ഇട്ടു. ഇത് ഈ മാലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗിയർ വയർ ഉപയോഗിച്ചിട്ടുള്ള മാലയ്ക്ക് നിറച്ച് മുത്തുകൾ വേണം. ഈ ടൈപ്പ് മാലയ്ക്കാവുമ്പോൾ നമുക്ക് അധികം മുത്തുകളൊന്നും വേണ്ട. ഒരു 10, 15, 16 മുത്ത് കൊണ്ട് നമുക്ക് മാല ഉണ്ടാക്കാൻ പറ്റും. ഇത്ര പണിയേ ഉള്ളൂ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഓൾറെഡി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു. ഞാൻ നേരത്തെ കുറച്ച് ബീഡ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ഈ മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആകെ 12 ബീഡ്സാണ് ഉപയോഗിച്ചത്. അപ്പം ആദ്യം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതേമാതിരി. ഇനി നമുക്കിത് ചെയിൻ ആക്കാം. അപ്പം ഇവിടെ നമുക്ക് ഇതിൻ്റെ എഡ്ജ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടുത്ത ബീഡിൻ്റെ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ ഊരിപ്പോരും. അടുത്ത വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. മൂന്ന് ബീഡാണ്.
അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞു. ഞാൻ നേരത്തെ ഇതേമാതിരി ഒരു ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പെൻഡൻറ്റുമായിട്ട് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഒരു എഡ്ജ് എടുത്തിട്ട് നമ്മൾ ഈ കണ്ടോ, നമ്മളിതിലൊരു റൗണ്ട് ഇതില്ലേ, നമ്മൾ ഒരു സൈഡിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്ത നമ്മളത് ഇതിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഈ പെൻഡൻറ്റ് ഇല്ലാതെ നമുക്ക് അത് കണ്ടിന്യൂസ് ആയിട്ടൊരു ചെയിൻ പോലെ ചെയ്യാൻ പറ്റും. പെൻഡൻറ്റ് ഉണ്ടെങ്കിൽ പെൻഡൻറ്റ് വെച്ച് ചെയ്യാം. ബാക്കിയുള്ള പോർഷൻ നമുക്ക് ഇതുപോലത്തെ ചെയിൻ ഫിക്സ് ചെയ്ത് വെക്കാം. ജംബറീസ് എടുക്കണം. ജംബറീസ് എടുത്തിട്ട് ഒന്ന് മതിയിട്ട് ഒരു ജംബറി എടുത്തിട്ട് നമ്മൾ ലോക്കിന് ഗ്യാപ്പുണ്ട്, എന്നിട്ട് ക്ലോസ് ചെയ്യാതെ തന്നെ നമുക്ക് മാലയായിട്ട് ഇപ്പോൾ കണ്ടില്ലേ, വളരെ കുറഞ്ഞ സമയം മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് അധികം പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് മുത്തും മതി. മറ്റേ മാലയൊക്കെ ആണെങ്കിൽ കുറേ മുത്ത് വേണം. പിന്നെ ഇത് മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നല്ല മാച്ചിങ് ആണ് ഇതുപോലത്തെ മാല. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ സെഗ്മെൻറ്റിൽ ഇതേ മോഡൽ മാല ഉണ്ടാക്കിയത്. അപ്പോൾ കഴിഞ്ഞ സെഗ്മെൻറ്റിൽ ഞാൻ ഈ ഗിയർ വയർ ഉപയോഗിച്ചിട്ടൊരു മാല ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക. പിന്നെ എൻ്റെ പേജ്, എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവർ ചെയ്യേണ്ട ആവശ്യമില്ല. പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ അതിൻ്റെ അടുത്ത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൂടാതെ നമ്മൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെയാകുമ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പം നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ മൊബൈലിൽ വരുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ഓരോ വീഡിയോസ് മിസ്സാവാതെ കാണാൻ കഴിയും. അപ്പം എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമായിട്ടുള്ളതാണ്, നിങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളും ആണിത്. അതുകൊണ്ട് മറക്കാതെ ട്രൈ ചെയ്യാം. താങ്ക് യു.